നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇപ്പോൾ കാൽമുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് ആർദ്രോസ്കോപ്പിക്ക് കഴിഞ്ഞ് വിശ്രമത്തിലാണല്ലോ ഉള്ളത്. അടുത്ത മാസത്തോടു കൂടി അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇഞ്ചുറി വന്ന സമയത്ത് നല്ല രൂപത്തിൽ വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൻ്റെ അവസാനം അദ്ദേഹത്തിന് ബാക്കി മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ നെയ്മർ പരിക്ക് വകവെക്കാതെ കളിക്കുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ ഇല്ല, ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിർത്തുകയാണ് എന്ന് പോലും നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നടത്തുന്നു. നെയ്മർ സീനിയർ ഈ വിഷയത്തിൽ ആ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആ പരിക്കിൻ്റെ വാർത്ത വന്നപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ മറുപടി, എനിക്കിനി ഇതും വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു പക്ഷേ എനിക്ക് സർജറി വേണ്ടി വരും, ഇനി ശസ്ത്രക്രിയ ചെയ്താലും സർജറി ചെയ്താലും അതുകൊണ്ട് ഗുണമുണ്ടാവുമോ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ദി സർജറി ഈസ് വർത്ത് ഇറ്റ് ഫോർ മീ. കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് അവൻ പറഞ്ഞു. അതായത് ഇനി ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പരിക്കും അതൊന്ന് റിക്കവർ ആവുന്നു, വീണ്ടും പരിക്ക് പറ്റുന്നു, ശസ്ത്രക്രിയ, വീണ്ടും പരിക്ക്. മടുക്കൂലേ? ആർക്കാണെങ്കിലും മടുക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ ശസ്ത്രക്രിയയൊക്കെ നടത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാം തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞു, അതായത് കരിയർ അവസാനിച്ചു എന്നാണ് തോന്നുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നെയ്മർ സീനിയർ തിരിച്ചു പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ ഇത് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് നോക്കി. പ്രത്യേകിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പിന്നെന്തിനാണ്, ഇനിയിപ്പോൾ കളി തുടരുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് സർജറി എന്ന് ഞാൻ തിരികെ ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യുക, കുറച്ചുകൂടി ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ചിന്തിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്ന്. എൻ്റെ മോനെ, നിനക്ക് സർജറി വേണമെങ്കിൽ നമ്മൾ സർജറി ചെയ്യണം, എന്നിട്ട് റിക്കവറിയിൽ ഫോക്കസ് ചെയ്യണം. നീ ഓക്കെ ആയി വരും, തീർച്ചയായിട്ടും ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. അതല്ല, അവർക്ക് വേണ്ടത് എന്താ, നീ സറണ്ടർ ചെയ്യണം, നിർത്തി പോകണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മളിപ്പോൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, ഓർക്കുക വളരെ കുറഞ്ഞ സമയം കൂടിയേ ഉള്ളൂ അടുത്ത വേൾഡ് കപ്പിന്, ജസ്റ്റ് 6 months ഓൺലി. സോ തീർച്ചയായിട്ടും നെയ്മർ കളി തുടരാൻ വേണ്ടി തീരുമാനിച്ചു. സർജറി പോസ്റ്റ്പോൺ ചെയ്തു, കളി തുടരാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് സംഭവിച്ചത്. പിന്നെ ആ കളിക്കിറങ്ങിയപ്പോൾ, കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളവിടെ അവിടെ പ്രസൻ്റായിരുന്നു. അവന് വേണ്ടി ഞങ്ങൾ ചീർ ചെയ്തു. പരിക്കിനി വർദ്ധിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ദെൻ അവൻ ഗോളടിച്ചു, അവൻ എന്നെ നോക്കി. അതൊരു വല്ലാത്ത അമേസിങ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു എന്നുകൂടി പിതാവ് പറയുന്നുണ്ട്. ഏതായാലും വല്ലാത്തൊരു അവസ്ഥയാണ്. പരിക്ക് റിക്കവർ ആവുന്നു, വീണ്ടും പരിക്ക് പറ്റുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം പുതിയ ഒരു സർജറി, ആർദ്രോസ്കോപ്പി നടത്തി റിക്കവറായി വരികയാണ്. ഫെബ്രുവരിയോടുകൂടി കളിക്കളത്തിലേക്ക് എത്തി. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും പൂർണ്ണ സജ്ജനാവും. ഇനിയൊരു പരിക്ക് പറ്റാതിരിക്കട്ടെ എന്നുള്ളതാണ് ആരാധകരുടെ പ്രാർത്ഥന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.